പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്ന ശ്രീധർ രാധാകൃഷ്ണൻ, മുഖ്യപ്രഭാഷണം നടത്താൻ ഉള്ള ശ്രീ എസ് രാജീവൻ, സ്വാഗതം പറഞ്ഞ ശ്രീ പി കെ പ്രഭാഷ്, സദസ്സിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇന്ന് ജനകീയ പ്രതിരോധ സമിതിയുടെ ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന വിഷയം ആവർത്തിക്കുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഭരണകൂട നിർമ്മിതിയോ എന്നുള്ളതാണ്. ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യവും പാരിസ്ഥിതിക ദുരന്തങ്ങളും പരിസ്ഥിതിയും അതേപോലെ തന്നെ ഭരണകൂടവും. ഇത് രണ്ടും നമ്മുടെ സാമൂഹിക ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയമാണ് പാരിസ്ഥിതിക ദുരന്തങ്ങൾ. കാരണം പരിസ്ഥിതിയുമായിട്ട് മല്ലിട്ടുകൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് വന്നത്. മനുഷ്യനായിട്ട് മാറിയത് ഏറ്റവും പ്രാഥമികമായിട്ട് നമുക്കറിയാം ചുറ്റുപാടുകളോട് മല്ലിട്ടുകൊണ്ടാണ്. ചുറ്റുപാടുകളെ അറിയുകയും ചുറ്റുപാടുകളെ ഉൾക്കൊള്ളുകയും പരിസ്ഥിതിയോട് സമരം ചെയ്തുകൊണ്ടും മനുഷ്യനായിട്ട് വളർന്നു. പക്ഷെ ആ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഭരണകൂടം എന്ന ഒരു പ്രതിഭാസം ആവിർഭവിക്കുന്നത് നമുക്കറിയാം. നമ്മൾ സാമൂഹിക ശാസ്ത്രത്തെ ശാസ്ത്രീയമായി നിരീക്ഷിക്കുമ്പോൾ ഭരണകൂടം ആവിർഭവിക്കുന്നതോടുകൂടെ പരിസ്ഥിതിയുടെ കാര്യത്തിലും മറ്റ് സാമൂഹിക വിഷയങ്ങളിലെല്ലാം ഉള്ളതുപോലെ തന്നെ പരിസ്ഥിതിയുടെ വിഷയത്തിലും ഭരണകൂടത്തിന് വളരെയേറെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്നു. അപ്പോൾ മിക്കവാറും ലാഭാധിഷ്ഠിതമായ ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങളാണെങ്കിൽ നമുക്കറിയാം അവയുടെ ലക്ഷ്യം മിക്കവാറും മൂലധനത്തിന്റെ വ്യാപ്തിയായിരിക്കും. മൂലധനത്തെ വികസിപ്പിക്കുക എന്നുള്ളതായിരിക്കണം ലാഭാധിഷ്ഠിതമായ ഒരു സാമൂഹിക വ്യവസ്ഥയിലുള്ള ഭരണകൂടങ്ങളുടെ ലക്ഷ്യവും. കാരണം ഏത് സാമൂഹിക വിഷയത്തെയും നമ്മൾ സമീപിക്കേണ്ടത് അത് ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനെ എങ്ങനെ സ്വാധീനിക്കുന്നു, എങ്ങനെ ബാധിക്കുന്നു എന്ന തരത്തിൽ വേണമെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി മാത്രമല്ല, സാമൂഹിക ശാസ്ത്രത്തെ വിശകലനം ചെയ്ത മിക്ക ചിന്തകന്മാരും, മാർക്സ് ഉൾപ്പെടെയുള്ളവർ അത് പറഞ്ഞിട്ട് മുന്നോട്ട് വെച്ചൊരു ആശയമാണ്. പാവപ്പെട്ടവനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? കാരണം നമ്മുടെ നാട് എന്ന് പറയുന്നത് കേവലമായ മനുഷ്യൻ പ്രകൃതിക്ക് അതീതനാണോ, മനുഷ്യനും പ്രകൃതി, അങ്ങനെ കേവലമായ മനുഷ്യൻ എന്ന സംജ്ഞ കൊണ്ട് വിശകലനം ചെയ്യാവുന്ന സാമൂഹ്യ പ്രശ്നങ്ങളല്ല എന്നുള്ളത്. സാമൂഹ്യ പ്രശ്നങ്ങളിലും പാരിസ്ഥിതിക പ്രശ്നങ്ങളെ നമ്മൾ കാണണം എന്ന ചിന്തയോടുകൂടെ സമീപിക്കുമ്പോഴേ അതിന് കൃത്യമായ ഒരു മറുപടി ലഭിക്കുകയുള്ളൂ. കേവലമായ ശാസ്ത്രത്തെ പറ്റിയോ മനുഷ്യനെ പറ്റിയോ കേവലമായ സംജ്ഞകളെ കൊണ്ട് അത് നമ്മൾ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായ ഉത്തരങ്ങളിലേക്ക് അത് എത്തില്ല. അത് എന്താണ്, ഏത് തരത്തിലാണ് ഭരണകൂടത്തിന്റെ സ്വാധീനം, അത് ഏത് തരത്തിലാണ് ഇടപെടാൻ ശ്രമിക്കുന്നത്, അത് ഏത് പക്ഷത്ത് നിൽക്കുന്നു, പരിസ്ഥിതിയെ പോലും വിറ്റ് കാശാക്കുക, ലാഭവും അമിത ലാഭം, സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണോ പ്രവർത്തിക്കുന്നത്? അവരുടെ പരിസ്ഥിതിയെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ്? അവരുടെ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ കേവലമായ ഒരു പരിസ്ഥിതിയെ പറ്റി മാത്രമല്ല, ഇന്നത്തെ ചർച്ചയ്ക്ക് അപ്പുറത്ത് പോകുന്ന പല വിഷയങ്ങളും ആ കാഴ്ചപ്പാടോടുകൂടെ നമ്മൾ സമീപിക്കേണ്ടി വരും. രോഗങ്ങളായാലും ശരി, അല്ലെങ്കിൽ കരിമണൽ ഖനനത്തിന്റെ വിഷയങ്ങളായാലും ശരി, അല്ലെങ്കിൽ ആവർത്തിക്കുന്ന വെള്ളപ്പൊക്കത്തിന്റെ വിഷയങ്ങളാണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ ഏത് തരത്തിൽ നമ്മൾ സമീപിക്കണം എന്നുള്ളത് അത് പ്രധാനമാണ്. ഒരു മാനവ സാഹിത്യത്തെ വലിയൊരു കൺസ്ട്രക്ഷൻ, വലിയൊരു നിർമ്മിച്ചുകൊണ്ട് കേരളീയ വിഷയത്തിൽ നമുക്ക് കാണാം. അതിന് സമൂഹത്തിന് അതിനെക്കൊണ്ട് ഉപകാരമുണ്ടോ? ജനങ്ങളുടെ ദീർഘകാലത്തെ ഒരു കാഴ്ചപ്പാടോട് നോക്കുമ്പോൾ അതിന്റെ ഗുണം സമൂഹത്തിൽ ലഭിക്കുന്നുണ്ടോ? നാളത്തെ സമൂഹത്തിന് അതുകൊണ്ട് ഗുണമാണ് ചെയ്യുന്നത്, അല്ല കേവലമായ കൺസ്ട്രക്ഷൻ നിർമ്മാണത്തിന്റെ ലാഭം മാത്രമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്? ഇത്തരം വിഷയങ്ങളുടെ വളരെ വ്യാപകമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരം വിഷയങ്ങളെ നമുക്ക് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് നമുക്ക് അതിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ. നമുക്ക് ഇന്നത്തെ ഈ വിഷയം, ഈ സർവ്വവ്യാപിയായ ഈ വിഷയത്തെ സമഗ്രമായിട്ട് കാണാനും വിശകലനം ചെയ്യാനും കഴിവുള്ള ശ്രീധർ രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു ശാസ്ത്രജ്ഞന്റെ വിശകലനങ്ങൾ നമുക്ക് അത് വളരെയേറെ ഉപകാരപ്പെടും. അത്
അതിനുവേണ്ടി കൂടുതൽ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നില്ല. നമുക്ക് സാറിന്റെ ഭാഷണം കേൾക്കാം. അതിനുശേഷം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് കൂടുതൽ വ്യക്തത വരുത്തും. അതിനുവേണ്ടി കൂടുതൽ ഈ ഉദ്ഘാടനം ചെയ്യാനും ചർച്ചയ്ക്ക് തുറക്കമിടാനും വേണ്ടി ശ്രീ ശ്രീധരൻ രാധാകൃഷ്ണൻ സാറിനെ ആദരവോടെ ക്ഷണിക്കും.